കൊട്ടാരക്കര നീലേശ്വരത്തിന് സമീപം മുക്കോണിമുക്കിലെ ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധന ശക്തമാക്കാൻ ഗതാഗത വകുപ്പ്. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ മുന്നറിയിപ്പ് നൽകി. ഇന്നലെ അപകടത്തിൽ മരിച്ച പാർത്ഥിബ്, ഹരിലാൽ എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. അപകട കാരണമായ ടിപ്പർ ലോറിക്ക് ഫിറ്റ്നസ് നൽകിയതിൽ കരുനാഗപ്പള്ളി സബ് RTOയിലെ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് കൂടുതൽ പരിശോധനകളിലേക്ക് നീങ്ങുകയാണ്. അമിത ഭാരം കയറ്റിപ്പോകുന്ന ടിപ്പറുകൾ പരിശോധിക്കും. സംസ്ഥാന വ്യാപക പരിശോധന ശക്തമാക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകി. ടിപ്പർ ഡ്രൈവർമാർ സ്വയം നിയന്ത്രിക്കണമെന്നും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെന്നും ഗതാഗത മന്ത്രി CP ജോൺ. എനിക്ക് ടിപ്പർ ഉടമസ്ഥന്മാരോടും അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികളോടും പറയാനുള്ളത് സ്വയം നിയന്ത്രിച്ചോളൂ. നിങ്ങൾ സ്വയം നിയന്ത്രിക്കാതെ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ കർശനമായ നടപടിയെടുക്കും. ഒരു സംശയവും കാര്യത്തിലില്ല. സമയം മാത്രം പോരാ. സമയത്തിൽ പോകാതിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല. അലക്ഷ്യമായി ഓടിക്കുകയും അനാവശ്യമായ സ്പീഡ് എടുക്കുകയും ചെയ്താൽ സ്ട്രിഞ്ചന്റ് ആക്ഷൻ ഉണ്ടാവും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലയിൽ ഏർപ്പെടുത്തിയ ടിപ്പർ ലോറികളുടെ സമയ നിയന്ത്രണം ദീർഘിപ്പിച്ചു. രാവിലെ 7 മുതൽ 10 വരെയും വൈകിട്ട് 3:30 മുതൽ 5 വരെയും നിരത്തിൽ ഇറങ്ങരുതെന്നാണ് നിർദ്ദേശം. ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വലിയ അപകടങ്ങൾ അന്വേഷിക്കാൻ അപകടാനന്തര അന്വേഷണ സംഘം രൂപീകരിക്കും. അതേസമയം നീലേശ്വരം മുക്കോണിമുക്കിലുണ്ടായ അപകടത്തിൽ മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി പാർത്ഥിബന്റെയും ഹരിലാലിന്റെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഇന്നലെയായിരുന്നു KSRTC ജീവനക്കാരനായ അജയ്കുമാറിന്റെ സംസ്കാരം. വിദ്യാർത്ഥികളായ കൌശിക്, ഋഷഭ്, ടിപ്പർ ഡ്രൈവർ നിസാം എന്നിവർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.